കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൻ്റെ അനുരണനങ്ങൾ രാജ്യത്തെല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ബഡ്ജറ്റിൻ്റെ സവിശേഷതകളെ വാനോളം വാഴ്ത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് 12 കോടി കർഷക കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റ് എന്നാണ്. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം കർഷകർക്കറിയാം, 5 ഏക്കർ വരെയുള്ള കർഷകർക്ക് ഒരു വർഷം 6000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പണമായി ക്യാഷ് ഓൺ ട്രാൻസ്ഫർ രീതിയിലുള്ള ധനസഹായം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒരു മാസം വെറും 500 രൂപ മാത്രമാണ് ഇത് പ്രകാരം കിട്ടുന്നത്. 3 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു മാസം 500 രൂപയാണ് ഈ വാഗ്ദാനം. ഈ 500 രൂപ കൊണ്ട് ഒരു കർഷകന് എന്ത് തികയാനാണ്? ഈ കർഷകർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിളയ്ക്ക് സബ്സിഡി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന നാശത്തിന് കാര്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്നുള്ളതാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലൊക്കെ തന്നെയുള്ള ഉള്ളി കർഷകരുടെ ദയനീയമായ സ്ഥിതി നമുക്കറിയാം. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില അവർക്ക് കളഞ്ഞാൽ പോലും അവർക്ക് ചുമട്ടുകൂലി പോലും കിട്ടാത്ത തരത്തിലുള്ള ആ വിളയുടെ വില താഴ്ച. അപ്പോൾ ഇത് പരിഹരിക്കാൻ 500 രൂപ കൊണ്ട് എന്ത് സാധിക്കും? അപ്പോൾ ഇതൊരു ഗിമ്മിക്കാണ്. എന്തുകൊണ്ടെന്നാൽ കർഷകരുടെ രോഷം കഴിഞ്ഞ കുറേ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ മോഡിയെ കൊണ്ട് പറയുന്നത്. ഈ ബഡ്ജറ്റ് കർഷകരെ ഭയന്നു, അല്ലെങ്കിൽ സർക്കാർ കർഷകരെ ഭയന്നു എന്നുള്ളൊരു തെളിവാണ്. പക്ഷേ ഭയന്നിട്ടും കർഷകർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തോ വലിയ വാഗ്ദാനമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു വാഗ്ദാനം അല്ലെന്നാണ് ഇതിൻ്റെ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. 500 രൂപ എന്ന് പറയുന്നത് ഒരു മീഗർ എമൗണ്ടാണ്. നമുക്കറിയാം, വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ്. മറ്റൊന്ന്, ഇടത്തരക്കാരെയും സർക്കാർ ഭയന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ട ചിത്രം അനുസരിച്ച് മധ്യപ്രദേശിൽ രാജ്യമൊട്ടാകെ ഇടത്തരക്കാർ വളരെ അസ്വസ്ഥരാണ്. ഇടത്തരക്കാർക്ക് കാര്യമായ ഒന്നും ഈ മോഡി സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ വിലയിരുത്തലാണ് ഇടത്തരക്കാർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ശമ്പളക്കാർക്ക് ടാക്സ് റിബേറ്റ് ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ ഇതും ഒരു തട്ടിപ്പാണ്. ഇടക്കാല ബഡ്ജറ്റാണ്. വാസ്തവത്തിൽ ഇടക്കാല ധനമന്ത്രിയായ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. 3 മാസത്തേക്കുള്ള ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് നടപ്പാക്കാൻ, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാകാൻ പോകുന്നതല്ല. അങ്ങനെ നടപ്പിലാക്കുന്നത് വരുന്ന ഗവൺമെൻറ് ആയിരിക്കും. മെയ്യിൽ വരുന്ന, ജൂണിൽ വരുന്ന ഗവൺമെൻറ്റാണ് ഇതെല്ലാം നടപ്പാക്കേണ്ടത്. അപ്പം ജൂണിൽ ഏത് ഗവൺമെൻറ് വരുമെന്ന് ആർക്കും അറിയില്ല. അപ്പം വാസ്തവത്തിൽ ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന ബഡ്ജറ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം ഡൽഹിയിലൊക്കെ ഇത് സംബന്ധിച്ച ഒരു കഥ ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സഡക് യോജന എന്ന് പറയുന്ന സഹായ പദ്ധതിക്ക് ഇപ്പം പുതിയൊരു പേര് അവരിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി വ്യാകുൽ വോട്ട് പ്രാപ്തി യോജന എന്നാണ് പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി പേടിച്ചിട്ട് വോട്ട് നേടാനുള്ള ഒരു യോജനയായിട്ട് ഈ പദ്ധതി മാറിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് 3 കോടി ഇടത്തരം കുടുംബങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കൊണ്ട് പ്രയോജനം ചെയ്യുന്നതാണ്. 3 കോടി ഇടത്തരം കുടുംബങ്ങൾക്ക്, 30 മുതൽ 40 കോടി വരെ തൊഴിലാളികൾക്ക് ഇതിൻ്റെ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. ഇത് എവിടെയാണ് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളത് ബഡ്ജറ്റിൻ്റെ വിദഗ്ധതൊന്നും പരിശോധിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. കാരണം തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് തന്നെ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് തന്നെ വന്നു. അതിൻ്റെ ഡെസ്പറേഷൻ ഉണ്ട്. തൊഴിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ, തൊഴിലുള്ളവർക്ക് തൊഴിൽ ഭദ്രതയില്ലാത്ത അവസ്ഥ, അവർക്ക് അത് ന്യായമായ കൂലി ലഭിക്കാത്ത അവസ്ഥ, ഒരുപാട് ക്ഷേമകാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ. അതൊരു സൈഡിലാവുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പുതിയ അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ സംഭവിച്ചതാണ്. GST വന്നപ്പോൾ സംഭവിച്ചതാണ്. GSTയും ഡിമോണിറ്റൈസേഷനും ഈ രണ്ട് ഒരു ഉട്ടോപ്യൻ ഗബ്ബാർ സിംഗ് ടാക്സ് എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെ വിളിച്ചിട്ടുള്ളത്. അപ്പം ഇത്ര ഉട്ടോപ്യൻ ഈ 2 സാമ്പത്തിക പരിഷ്കരണ പദ്ധതികൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ എങ്ങനെയാണ് തകർത്തെറിഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനവും, ശാസ്ത്രീയമായ പഠനവും നാളിതുവരെ നടന്നിട്ടില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് ഒരുതരം ഗിമ്മിക് ബഡ്ജറ്റാണെന്നാണ് ബഡ്ജറ്റിനെ ശരിക്കും വിലയിരുത്തുന്ന ദേശീയ തലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. ഫലത്തിൽ ഇതൊരു സോപ്പ് ഓപ്പറ എന്നാണ് ഒരു പത്രം ഇന്ന് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, സോപ്പ് ഓപ്പറ എന്നാണ്. അപ്പോൾ സോപ്പ് ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ തന്നെ യാഥാർത്ഥ്യ ബോധമാണ്. ഇതെങ്ങനെയാണ് ഈ പണം സമാഹരിക്കുക, അല്ലെങ്കിൽ കർഷകർക്ക് ഈ 6000 രൂപ ഒരു കർഷകന് കൊടുക്കുമ്പോൾ മൊത്തം കർഷകർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന 12 കോടി കർഷക കുടുംബങ്ങൾക്ക് ഈ പണം എങ്ങനെ കണ്ടെത്തും? എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? അല്ലെങ്കിൽ ഈ പണം ഏതെല്ലാം മാർഗങ്ങളിലൂടെ അടുത്ത വാസ്തവത്തിൽ ബഡ്ജറ്റിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ധനമന്ത്രിമാർ ചെയ്യുന്നത് ഇതിൻ്റെ വരുമാന മാർഗങ്ങൾ കൂടി പറയാറുണ്ട്.
എവിടെ നിന്ന് വരും, എങ്ങനെയാണ് ഇതിനുള്ള വിഭവ സമാഹരണം നടത്തുന്നത് എന്ന് പറയാറുണ്ട്. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് മോഡി പശ്ചിമ ബംഗാളിൽ തുങ്കൂറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ആ പ്രചരണത്തിൻ്റെ ഇനി ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വാതോരാത്ത സംസാരമാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും പല കർഷകരുടെയും പ്രതികരണം വന്നു കഴിഞ്ഞു. കർഷകർക്ക് ഇതിന് വലിയ മതിപ്പ് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി ഈ ബഡ്ജറ്റ് മാറിയിട്ടില്ല എന്ന് വ്യാപകമായി സംശയിക്കപ്പെടുന്നുണ്ട്.